ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീദേവി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്ന ഗോൾഡൻ ഡാലിയുടെ തൈകളാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ഗോൾഡൻ യെല്ലോ കളറിൽ ബഞ്ചായിട്ട് അത് നിറയെ ഉണ്ടാവട്ടെ ഒരു കൊലയമേൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. നല്ല അടിപൊളി യെല്ലോ കളറാണ്, അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഗോൾഡൻ ഡാലിയ എന്ന് പേര് വന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ പൂവ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും പൂവ് വാടിപ്പോവില്ല കേട്ടോ, കുറേ ദിവസം ഉണ്ടാവും അതുമേൽ. അപ്പോൾ ഇതിൻ്റെ തൈകൾ ഇപ്പം നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. തൈകളുടെ സൈസ് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ 100 രൂപയാണ് ഒരു തൈക്ക്, പിന്നെ 50 രൂപയുടെ തൈ ഉണ്ട് കേട്ടോ. അത്യാവശ്യമല്ല നല്ല ഹെൽത്തി പ്ലാന്റാണ്, എല്ലാം തന്നെ നല്ല നമുക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന പ്ലാന്റാണ് കേട്ടോ. അങ്ങനത്തെ പ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഗോൾഡൻ ഡാലിയ ചോദിച്ചിട്ട് കുറേ പേര് നമ്മുടെ കയ്യിൽ മെസ്സേജ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. ഇത് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവില്ല കേട്ടോ. ഉണ്ടാവണ സമയത്ത് നമ്മളൊന്നില്ലെങ്കിൽ വീഡിയോ ആയിട്ടിടും, അല്ലെങ്കിൽ ഇങ്ങനെ ഷോർട്ട്സ് ആയിട്ടിടും കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇപ്പോൾ റീപോർട്ടിങ്ങിൻ്റെ സമയം ആയതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ തൈകൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ സൈസാണ് നമ്മുടെ പ്ലാന്റ് അയച്ചു കൊടുക്കുന്നത് കേട്ടോ. 100 രൂപയുടെ തൈകളുടെ സൈസാണിത്. നമ്മൾ പ്ലാന്റ് അയച്ചു കൊടുക്കാൻ എടുത്തതാണിത്. അപ്പോൾ ഇതിൻ്റെ 50 രൂപ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ചെറുത്, അത്രേ ഉള്ളൂ വ്യത്യാസം കേട്ടോ. പക്ഷേ പിടിച്ച് കിട്ടും കേട്ടോ. എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്, നമുക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടണം പ്ലാന്റ് ആണ് കേട്ടോ എല്ലാം തന്നെ. പിന്നെ ഇത് വെക്കുമ്പോൾ നല്ല വെയിൽ വേണം. വെയിലില്ലെങ്കിൽ ഇതിൽ ഫ്ലവർ ഉണ്ടാവില്ല കേട്ടോ. ടെറസിൻ്റെ മുകളിലോ അങ്ങനെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ചാലോ ഗോൾഡൻ ഡാലിയമ്മൽ നിറയെ പൂവുണ്ടാവും. പിന്നെ ഇത് താഴെയും വെച്ച് വേണമെങ്കിൽ വളർത്താം കേട്ടോ. പിന്നെ നന്നായിട്ട് വളം ഇട്ട് കൊടുക്കണം. നമ്മുടെ പ്ലാന്റിനെ പിടിച്ചതിന് ശേഷം മാത്രം നമ്മൾ വളങ്ങളിലേക്ക് മാറ്റിയാൽ മതി കേട്ടോ. നമ്മൾ നട്ട് പിടിപ്പിക്കുമ്പോൾ നമ്മൾ സാധാരണ മണലിൽ അല്ലെങ്കിൽ മണ്ണിൽ നമ്മൾ നട്ട് പിടിപ്പിച്ചതിന് ശേഷം മാറ്റി നടുമ്പോൾ മാത്രം വളങ്ങൾ കൂട്ടി നടാം. നല്ല വലിയ പോട്ടിൽ നടാം, അല്ലെങ്കിൽ താഴെ നടാം. നന്നായിട്ട് വളമിട്ടിട്ട് നടാം. വലിയ പോട്ടിലൊക്കെ നട്ടാലേ നമുക്ക് നന്നായിട്ട് ഫ്ലവറിങ് ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇതുമ്പോൾ നിറയെ തൈകളായി വരുള്ളൂ, ഫ്ലവറിങ് കുറയും കേട്ടോ. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ റീപോർട്ടിങ്ങിൻ്റെ ഒരു വീഡിയോയിൽ നമ്മൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരുപാട് പേര് പണ്ടത്തെ ചെടിയാണെന്നും പറഞ്ഞിട്ട് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാറുണ്ട് കേട്ടോ. നശിച്ചു പോയി, ഇപ്പോൾ ഈ വീഡിയോയിലാണ് കണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർക്കൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും. അപ്പോൾ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യാം കേട്ടോ. ലിമിറ്റഡ് സ്റ്റോക്കേ നമ്മുടെ കയ്യിലുള്ളൂ, അധികമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ് നമ്മൾ റിപ്പോർട്ട് ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ. മറ്റൊരു ഗാർഡനിങ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്